എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചൂരം സ്വദേശിയാണ്. ദേശീയ കായികതരണം. ആശാ വർക്കർമാരുടെ സമരം 14 ദിവസം പിന്നിട്ടു. സെക്രട്ടേറിയറ്റിന്റെ അവിടെയാണ് 14 ദിവസം പിന്നിട്ട് കഴിഞ്ഞ സമരം. രാപ്പകലില്ലാത്ത സമരമാണ് പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നത്. 14 ദിവസം കൊതുകൊടിയും ഭയങ്കരമായിട്ടുണ്ട്. രാത്രി ഇപ്പോൾ അവർ അവിടെ പരമ്പ് വിരിച്ച് കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, കിടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. രാപ്പകൽ സമരമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് 14 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പറയാം. വെയിലിനെ വകവെക്കുന്നതാണ് സ്ത്രീകൾ സമരം നടത്തണമെന്ന് പറയാം. പിന്നെ അവര് കഞ്ഞി ഇതൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. കഞ്ഞിയാണ് കഴിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇന്ന് 14 ദിവസമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. സമരം അവസാനം വരെ ചെയ്യുമെന്നാണ് സ്ത്രീകൾ വനിത. കേരളത്തിൽ നമുക്ക് അതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയാൻ പറ്റുന്ന സ്ത്രീകളെ വോട്ട് കൊണ്ട് ജയിച്ച സർക്കാരാണ് ഇടതുപക്ഷം സർക്കാർ. ആ സർക്കാർ ഇതിന് എന്തൊക്കെ നിയന്ത്രണം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുള്ള 3000 രൂപ കൂട്ടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ചെയ്തു. പെൻഷൻ ആകുമ്പോൾ 62 വയസ്സാകുമ്പോൾ പെൻഷൻ ആകുമ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് അവർ അതും വിട്ടുന്നു. ഇതിൽ പലർക്കും രോഗങ്ങളുണ്ട്. ഷുഗർ ഉണ്ട്, അതുപോലെ BP ഉണ്ട്, അതുപോലെ കൊളസ്ട്രോൾ രോഗങ്ങൾ, ഇങ്ങനത്തെ രോഗങ്ങളുണ്ട്. അതിന് തന്നെ 7000 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 13,000 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് കിട്ടുന്നത് 7000 രൂപയാണ് ആശാ വർക്കർമാർക്ക് ഇപ്പോൾ കിട്ടണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നമ്മൾ നൽകുന്നത്. 14 ദിവസത്തിലേക്ക് സമരം പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇതുവരെ സർക്കാർ തീരുമാനം ആയിട്ടില്ലെന്ന് തന്നെ പറയാം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിലാണ് അവർ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. അമ്മമാർ കരയുന്നുണ്ട്. അതുപോലെ അവർ എന്തായിരുന്നാലും സമരം പിൻവലിക്കാതെ പോകൂലെന്ന് തന്നെ സെക്രട്ടേറിയറ്റിന്റെ പാർശ്വപ്പെടുത്ത് ഓരോ ദിവസവും നാട്ടുകാർ കൂടി പിന്തുണ കൊടുക്കണം. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്ക് എത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ BJP-കാരും പിന്തുണയ്ക്ക് ഉടനെ എത്തുമെന്ന് പറയുന്നുണ്ട്. അത് സമരം രൂക്ഷമായി തുടരുന്നുണ്ടെന്ന് നാട്ടുകാരോട് പിന്നെ ഓരോ ദിവസവും സമരത്തിനും ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ രാപ്പകലില്ലാത്ത സമരം കൊതുകടിക്കുന്നുണ്ട് രാത്രി. അത് സഹിച്ചാണ് സ്ത്രീകൾ, വനിതകളാണ്, നമ്മളെ അമ്മമാരാണ് ആ സമരം ചെയ്യണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ആശാ വർക്കർമാരാണ് സമരം സെക്രട്ടേറിയറ്റിന്റെ അവിടെ പിന്നിട്ട് കഴിഞ്ഞത്. എന്നിട്ട് പോലും അവരെ സഹായത്തിന് ഗവൺമെന്റ് ഇതുവരെ വിളിച്ചിട്ടില്ല. ജനങ്ങൾ വോട്ട് കൊണ്ട് ജയിച്ച സർക്കാരാണെന്ന് നമുക്ക് പറയാം. പാവപ്പെട്ട ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഇതിന് അനുമതി ഉണ്ടാവണമെന്നാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്. പാവങ്ങളാണ്, അവരെ കാര്യം നടപ്പിലാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് 14 ദിവസം കഴിഞ്ഞിരിക്കുന്നു സമരം പിന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത്തരം നടപടി തന്നെ പോകുന്നുണ്ട്. ഇപ്പോഴും രാപ്പകലില്ലാതെ സമരം തുടരുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. സെക്രട്ടേറിയറ്റിന്റെ കവാടത്ത് തുടരുന്നുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ അവരെ അവകാശങ്ങൾ ഉന്നയിച്ചതിനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. അത് സ്ത്രീകളുണ്ട്, അവരെ കുഞ്ഞുങ്ങൾ കൊണ്ട് ആ സെക്രട്ടേറിയറ്റിന്റെ അവിടെ കൊച്ചു പിള്ളേർ വരെ ഉണ്ട്. അവരെ പരമ്പിട്ട് കിടത്തിയിട്ടാണ് അവിടെ തന്നെ അവരിരുന്ന് ആ സമരം ചെയ്യുന്നു. പിന്നെ വൈകുന്നേരം കൊതുകടി കൊള്ളുന്നുണ്ട്. അതും സഹിച്ചാണ് ചെയ്യുന്നത്. രാപകലില്ലാതെ കൊതു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെയിലിനെ ഇപ്പോൾ തന്നെ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. അതൊക്കെ നമുക്ക് നോക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അത്തരം നടപടി തന്നെ പോകുന്നുണ്ട്. ഇപ്പോഴും സമരം തുടരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ അവിടെ സമരം, ലാഭകൽ സമരം തുടരുന്നുണ്ടെന്ന് പറയാം. എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.